IPL-ൽ കിടിലൻ ജയം നേടി ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ കരുത്തരായ ഗുജറാത്ത് ടൈറ്റൻസിനെ 8 വിക്കറ്റിനാണ് റോയൽസ് തകർത്തത്. വെടിക്കെട്ട് സെഞ്ചുറിയുമായി 14-കാരൻ വൈഭവ് സൂര്യവംശി അരങ്ങ് തകർത്ത പോരാട്ടത്തിൽ അനായാസ ജയമാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത്. തുടർച്ചയായ 5 കളികളിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് രാജസ്ഥാന്റെ ഈ ഗംഭീര തിരിച്ചുവരവ്. ജയത്തോടെ IPL പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്തേക്ക് കയറാൻ റോയൽസിനായി. ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്താൻ പോകുന്ന ജയം കൂടിയാണിത്. സീസണിലെ 3ാം ജയം മാത്രം നേടിയ രാജസ്ഥാൻ റോയൽസിന് ഇപ്പോഴും പ്ലേ ഓഫിലേക്ക് നേരിയ സാധ്യതകൾ ബാക്കി നിൽക്കുന്നു എന്നതാണ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ കളിക്ക് ശേഷം രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം. സീസണിൽ 10 മത്സരങ്ങൾ കളിച്ചു കഴിയുമ്പോൾ 6 പോയിന്റാണ് രാജസ്ഥാൻ റോയൽസിന്റെ സമ്പാദ്യം. 3 കളികളിൽ വിജയിച്ച റോയൽസ് 7 കളികളിൽ തോറ്റു. നെറ്റ് റൺ റേറ്റ് -0.349 ആണ്. ലീഗ് ഘട്ടത്തിൽ ഇനി 4 മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുള്ളത്. ഈ മത്സരങ്ങളെല്ലാം വിജയിച്ചാൽ ടീമിന്റെ പോയിന്റ് നേട്ടം 14 ആകും. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും രാജസ്ഥാൻ റോയൽസ് ജയിക്കുകയും ഒപ്പം മുന്നിലുള്ള ടീമുകൾ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്താലാണ് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ തുറക്കപ്പെടുക. മികച്ച നെറ്റ് റൺ റേറ്റിലേക്ക് വരേണ്ടതും റോയൽസിന് അനിവാര്യമായ കാര്യമാണ്. 14 പോയിന്റിൽ ലീഗ് ഘട്ടം ഫിനിഷ് ചെയ്ത ടീമുകൾ പ്ലേ ഓഫിൽ കടക്കുന്നത് മുൻ സീസണുകളിൽ കണ്ടിട്ടുണ്ട്. 2024 സീസൺ IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയത് 14 പോയിന്റുമായിട്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യത വളരെ ചെറുതാണെങ്കിലും പൂർണ്ണമായും പുറത്തായിട്ടില്ല. ക്രിക്കറ്റാണ്, അത്ഭുതങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ വന്നാൽ ടീമിന് ഇനിയും പ്ലേ ഓഫിൽ കടക്കാം. മെയ് 1-ാം തീയതി മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. നിലവിൽ മികച്ച ഫോമിലുള്ള അവർക്കെതിരായ കളി രാജസ്ഥാന് കടുപ്പമായിരിക്കും. ഇതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, പഞ്ചാബ് കിങ്സ് എന്നിവർക്കെതിരെയും റോയൽസ് കളിക്കും. ഇതിൽ കൊൽക്കത്ത നിലവിൽ അത്ര മികച്ച ഫോമിലല്ല. ചെന്നൈ, പഞ്ചാബ് ടീമുകൾക്കെതിരെ ഈ സീസണിൽ ആദ്യം കളിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസ് ജയം നേടുകയും ചെയ്തിരുന്നു. ഇന്നലെ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 209 എന്ന കൂറ്റൻ സ്കോറാണ് നേടിയത്. 50 പന്തിൽ 84 റൺസ് നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടോപ്പ് സ്കോറർ. ജോസ് ബട്ട്ലർ 26 പന്തിൽ 50 റൺസ് നേടി. 210 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ വെറും 15.5 ഓവറിൽ കളി തീർത്തു. വൈഭവ് സൂര്യവംശിയുടെ സെഞ്ചുറി തന്നെയായിരുന്നു റോയൽസ് ഇന്നിംഗ്സിലെ പ്രത്യേകത. 35 പന്തിൽ സെഞ്ചുറി നേടിയ താരം 38 പന്തിൽ 101 റൺസുമായിട്ടാണ് പുറത്തായത്. വൈഭവിന്റെ സെഞ്ചുറിക്ക് പിന്നാലെ വന്ന പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ ആഹ്ലാദ പ്രകടനവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. യശസ്വി ജയ്സാൾ 40 പന്തിൽ 70 റൺസും ക്യാപ്റ്റൻ റിയാൻ പരാഗ് 15 പന്തിൽ 32 റൺസും നേടി പുറത്താകാതെ നിന്നു. നായകൻ സഞ്ജു സാംസന്റെ പരിക്കും താരങ്ങളുടെ ഫോമില്ലായ്മയുമായിരുന്നു ഈ സീസണിൽ റോയൽസ് നേരിട്ട പ്രധാന വെല്ലുവിളി. ഫിനിഷർ റോളിൽ ഒരു താരമില്ലാത്തതും മധ്യനിര ബാറ്റ്സ്മാൻമാർ തുടർച്ചയായി പരാജയപ്പെടുന്നതും ടീമിന് തലവേദനയായിരുന്നു. അവസാനം കളിച്ച 4 മത്സരങ്ങളിൽ 3ലും വിജയത്തിന്റെ വക്കോളം എത്തിയ ശേഷമായിരുന്നു രാജസ്ഥാൻ പരാജയപ്പെട്ടത്. അതിലൊന്നാകട്ടെ സൂപ്പർ ഓവറുമായിരുന്നു. ജയിക്കാവുന്ന സാഹചര്യങ്ങളിലെത്തിയിട്ടും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ റോയൽസിന് കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിൽ എതിരാളികൾ കൂടുതൽ മികവ് പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ വിജയം കൂടുതൽ പ്രതീക്ഷകൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ വൺ ടൈം വണ്ടർ മാത്രമായി ഈ മത്സരം ഒതുങ്ങിപ്പോകുമോ എന്ന ഭയവും ആരാധകർക്കുണ്ട്. സ്ഥിരതയില്ലായ്മ റോയൽസിന്റെ പ്രധാന പ്രശ്നമായതുകൊണ്ട് തന്നെ അണയും മുൻപേയുള്ള ആളിക്കത്തലാണോ ഇതെന്ന സംശയമാണ് ക്രിക്കറ്റ് ലോകത്തിനുമുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സഞ്ജു തിരിച്ചെത്തണമെന്നും മധ്യനിര താരങ്ങൾ കൂടി ഫോമിലെത്തണമെന്നും റോയൽസ് പ്ലേ ഓഫിലേക്ക് കടക്കണം എന്നുമാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഈ പ്രതീക്ഷകൾക്ക് എത്രനാൾ ആയുസ്സുണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.